നമസ്കാരം. കാലവർഷത്തിന്റെ കലിയടങ്ങുന്ന ലക്ഷണമില്ല. വീണ്ടും കനത്ത മഴയുടെ മുന്നറിയിപ്പ്. മഴയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കുളിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മഴ മലയാളിക്ക് പേടി സ്വപ്നമാണ്. മനസ്സിൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ടാണ് മഴ പെയ്തിറങ്ങുന്നത്. മഴ കലിതുള്ളിയെത്തും. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂടാതെ നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 ജില്ലകളിൽ ഇന്നും നാളെയുമായി മഴ ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മലയോര മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് പെയ്ത മഴ മലയാളികൾക്ക് ദുരിതം മാത്രമാണ് നൽകിയത്. കാലാവസ്ഥയ്ക്ക് കാലം തെറ്റുന്നു. 2018 ഓഗസ്റ്റിൽ പെയ്ത കനത്ത മഴ കാരണം വെള്ളപ്പൊക്കമുണ്ടായത് കേരളം മറക്കാനിടയില്ല. അതായത് 99-ലെ മഹാപ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ഏകദേശം 1 നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം തന്നെയായിരുന്നു. നിരവധി പേരാണ് മരണപ്പെട്ടത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/6 ആളുകളെ വെള്ളപ്പൊക്കവും അനുബന്ധ സംഭവങ്ങളും നേരിട്ട് ബാധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിശക്തമായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരേന്ത്യയിലും കനത്ത മഴ തുടരുന്നു. ഗുജറാത്തിൽ പ്രളയ സമാന സാഹചര്യമാണ്. കരസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ കെട്ടിടം തകർന്ന് ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടു. പല ജില്ലകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പലയിടത്തും റോഡ്, റെയിൽ ഗതാഗതം താറുമാറായി. ഗുജറാത്തിൽ 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. ജാംനഗറിൽ രഞ്ജിത് സാഗർ ഡാം കരകവിഞ്ഞൊഴുകി. 122 ഡാമുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്കോഡ സ്റ്റേഡിയം മേഖലയിൽ വീടിന് മുകളിൽ മുതല ഒഴുകിയെത്തിയത് ഭീതി പരത്തിയിരുന്നു. സൗരാഷ്ട്ര, തെക്കൻ ഗുജറാത്ത് മേഖലകളിൽ നിന്ന് 20,000-ലേറെ പേരെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ എത്തിച്ചു. ഗംഗാനദിയിൽ ജലനിരപ്പ് അപകടകരമായി ഉയർന്നു. പ്രയാഗ്രാജിൽ സംഗം തീരം മുങ്ങി. മിസോറാമിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ തകർന്നു. ഹിമാചൽ പ്രദേശിൽ സോലനിൽ നദികൾ കരകവിഞ്ഞൊഴുകി. ഡൽഹിയിൽ രാത്രിയിൽ ആരംഭിച്ച കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പ്രധാന റോഡുകളെല്ലാം മുങ്ങിയതോടെ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. ഇന്ത്യ മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മഴയും വേനലുമെല്ലാം കാലം തെറ്റി മനുഷ്യന് ദുരിതമാണ് നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ല കേരളത്തിലെ കാലവർഷം. 44 നദികളിലൂടെ മലനാട്ടിൽ പെയ്തിറങ്ങുന്ന മഴ ഒഴുകിയെത്തി ഇടനാട്ടിലും തീരപ്രദേശത്തിലും ഭീതി വിതയ്ക്കുക പതിവായിരിക്കുന്നു. ഇനി എന്ത് ദുരന്തമാണ് വരാനിരിക്കുന്നത്? എന്തായാലും ഈ മഴ ദുരിതം വിതയ്ക്കാതിരിക്കട്ടെ. കാലവർഷത്തെ ഒന്ന് കരുതിയിരുന്നോളൂ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.